ഒന്ന് അസുഖം പിടിച്ച് കിടക്കണമെങ്കിൽ തന്നെ എന്ത് ചിലവാണ് നമ്മുടെ നാട്ടിൽ, അല്ലേ? ജീവിതചര്യ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ക്യാൻസർ, വൃക്കരോഗങ്ങൾ, കരൾ രോഗങ്ങൾ, അങ്ങനെ ഒരുപാട്. പ്രത്യേകിച്ച് ഈ വൃക്കരോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ രോഗികൾക്ക് മിക്ക ദിവസങ്ങളിലും ഡയാലിസിസ് വേണ്ടി വരും. ഭാരിച്ച ചിലവാണ്. 1500 മുതൽ 2000, 2500 ഒക്കെയാണ് ഓരോ ഹോസ്പിറ്റലിലും മേടിക്കാറുള്ളത്. അത്തരമൊരവസ്ഥയിലാണ് നന്മയുടെ ഒരു കാഴ്ച ഞാൻ കണ്ടത്. പള്ളിക്കര എന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടിൽ അവിടെ നന്മ എന്ന ഒരു പ്രസ്ഥാനം ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്തു കൊടുക്കുകയാണ്. അവിടെയാണ് ഒരു നന്മയുള്ള കാഴ്ച ഞാൻ കണ്ടത്. പള്ളിക്കര പെരിങ്ങാലയിലെ നന്മ എന്ന പ്രസ്ഥാനം ഏകദേശം 570 ഡയാലിസിസുകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഡയാലിസിസിന് ഏകദേശം 1500, 2000 ഒക്കെ ചിലവുള്ളപ്പോഴാണ് ഇത്രയും ഡയാലിസിസുകൾ ഒറ്റ കാശ് പോലും മേടിക്കാതെ വരുന്ന രോഗികൾക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് സന്തോഷത്തോടെ അയക്കുന്ന ഒരു കാഴ്ച. ഒരു നാടിൻ്റെ നന്മയാണ്. പെരിങ്ങാലയിലെ ഓരോ മനുഷ്യരുടെയും സ്നേഹമാണ്. ഒരാൾ വസ്തു കൊടുക്കുന്നു, പല പ്രസ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് സൗജന്യമായിട്ട് അതിൻ്റെ ഉപകരണങ്ങളൊക്കെ കിട്ടുന്നു. അങ്ങനെ ഒരു നാട് മുഴുവൻ ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് രോഗികൾക്ക് തണലാവുകയാണ് നന്മ എന്ന പ്രസ്ഥാനം. അതിൻ്റെ വാർഷികം ഈ വരുന്ന ജനുവരി 26 കൊണ്ടാടുകയാണ്. കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. ഒരു നാട് മുഴുവൻ രോഗികളോടൊപ്പം നിൽക്കുന്നു എന്നുള്ള വലിയ സന്തോഷം കൂടെ പങ്കുവെക്കുന്നു. രോഗികൾ ഉണ്ടാവരുതെന്നാണ് പ്രാർത്ഥന. ഉണ്ടാകുന്ന രോഗികൾക്ക് ഇത്തരത്തിലുള്ള കുറഞ്ഞ ചിലവിൽ പോലുമല്ല, ഒരു കാശ് പോലും ഇല്ലാതെയാണ് നന്മ ഈ ഒരു വലിയ സംഭവം ചെയ്യുന്നത്. ഇതൊരു വലിയ നന്മ തന്നെയാണ്. എല്ലാവിധ ആശംസകളും.